Okay, welcome back to Tajut online classes. Okay, today we are discussing human heart in the structure. And auto-rhythmicity of the heart. Okay, then cardiac cycle തുടങ്ങിയ ടോപ്പിക്കാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. So let it start. Okay, we start with the structure of the heart. Okay, നമുക്ക് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. Heart means it is a mesodermally derived ആയിട്ടുള്ള ഒരു ഓർഗനാണ് located on the mediastinum. Okay, രണ്ട് ലങ്സിനും ഇടയിലുള്ള ആ സ്പേസിനെയാണ് we call it as what? Mediastinum. mediastinumത്തിൻ്റെ എവിടെയാണ് എന്ത് ചെയ്യുന്ന ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്? mesodermally derived ആയിട്ടുള്ള ഓർഗനാണ്. The function of the heart is collection, storage and pumping of the blood. ബ്ലഡിനെ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ ഫങ്ഷൻ. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഹ്യൂമൻ ഹാർട്ട്. ദിസ് ഈസ് ദി ഹാർട്ടാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ ലൊക്കേഷൻ ഇവിടെയാണ്. ദിസ് ഈസ് ദി ടു ലങ്സ്. നമ്മുടെ രണ്ട് ലങ്സിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ രണ്ട് ലങ്സ് ആണ്. ആ ലങ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് സ്പേസ് ഉണ്ട്. ദാറ്റ് സ്പേസ് ഈസ് നോൺ ആസ് വാട്ട്? മീഡിയ. ഇതാണ് ഒരു ലങ്സ് ആണ്, ഇത് അടുത്ത ലങ്സ് ആണ്. ഈ രണ്ട് ലങ്സിനും ഇടയ്ക്കുള്ള ദി സ്പേസ് ഈസ് നോൺ ആസ് വാട്ട്? മീഡിയാസ്ട്രീനം. ഈ സ്പേസിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള? നമ്മുടെ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള. ഓക്കെ, അവർ ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഹ്യൂമൻ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ വോൾഡ് മെംബ്രേനിയസ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ദാറ്റ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് വാട്ട്? പെരിക്കാർഡിയം. ഓക്കെ, ഹ്യൂമൻ ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഡബിൾ വോൾഡ് മെംബ്രേനിയസ് സ്ട്രക്ചർ ദാറ്റ്സ് നോൺ ആസ് വാട്ട്? പെരിക്കാർഡിയം എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു ഡബിൾ വോൾഡ് സ്ട്രക്ചറാണ് ഇറ്റ്സ് ഔട്ടർ വോൾ. ദ പെരിക്കാർഡിയൽ സ്പേസ് ഉണ്ട്. രണ്ട് വോൾസിനും ഇടയ്ക്ക് പെരിക്കാർഡിയൽ ഡബിൾ വോൾഡ് സ്ട്രക്ചറാണ്. ആ രണ്ട് വോൾസിനും ഇടയ്ക്ക് ദർ ഈസ് എ സ്പേസ്. ദാറ്റ് സ്പേസ് ഈസ് നോൺ ആസ് വാട്ട്? പെരിക്കാർഡിയൽ സ്പേസ്. ഓക്കെ, ബിറ്റ്വീൻ ദി പെരിക്കാർഡിയൽ മെംബ്രെയിൻ ആൻഡ് ദാറ്റ്സ് ഫിൽഡ് വിത്ത് വാട്ട്? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, രണ്ട് ഡബിൾ വോൾഡ് സ്ട്രക്ചറാണ്. രണ്ട് വോൾസിനും ഇടയ്ക്ക് ദർ ഈസ് എ സ്പേസ്. ഒരു സ്പേസ് അവിടെയുണ്ട്. ആ സ്പേസിൻ്റെ പേരാണ് പെരിക്കാർഡിയൽ സ്പേസ്. That's filled with what? Pericardial fluid, which reduces the friction between the heart walls or surrounding tissue. Heart walls surrounding tissue തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ദിസ് വാട്ട്? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, രണ്ട് വോൾസിന് ഇടയ്ക്കൊരു ഫ്ലൂയിഡ് ഉണ്ട്. ദാറ്റ്സ് നോൺ ആസ് വാട്ട്? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ദാറ്റ്സ് സ്പേസ് ഉണ്ട്. ദാറ്റ്സ് ഫിൽഡ് വിത്ത് വാട്ട്? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ പെരിക്കാർഡിയം. ഓക്കെ, അതിൽ രണ്ട് ലെയറാണ്. ഔട്ടർ ലെയർ ഈസ് ഫൈബ്രസ്, ഇന്നർ ലെയർ ഈസ് വാട്ട്? സെറസ് എന്ന് പറയുന്ന ലെയറാണ്. പെരിക്കാർഡിയത്തിന് ഡബിൾ ലെയർഡ് സ്ട്രക്ചർ ആണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ദാറ്റ്സ് ഔട്ടർ ലെയർ ഈസ് വാട്ട്? ഫൈബ്രസ് ലെയർ ആൻഡ് ഇന്നർ ലെയർ ഈസ് വാട്ട്? കോൾഡ് സെറസ് ലെയർ. ആ ഫൈബ്രസിനും സെറസിനും ഇടയിലുള്ള സ്പേസിൻ്റെ പേരാണ് ദാറ്റ്സ് നോൺ ആസ് വാട്ട്? പെരിക്കാർഡിയൽ സ്പേസ്. ദാറ്റ്സ് ഫിൽഡ് വിത്ത് വാട്ട്? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇതാണ് ഹാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ്. മിസോഡെർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ബ്ലഡിനെ കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, പമ്പ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ മീഡിയാസ്ട്രീനം. രണ്ട് ലങ്സിനും ഇടയ്ക്കുള്ള സ്പേസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ഓർ കവേർഡ് ബൈ എ ഡബിൾ വോൾഡ് മെംബ്രേനിയസ് സ്ട്രക്ചർ ദാറ്റ്സ് നോൺ ആസ് വാട്ട്? പെരിക്കാർഡിയം. പെരിക്കാർഡിയം ഇൻക്ലൂഡ് ഔട്ടർ ഫൈബ്രസ് ലെയർ ആൻഡ് ഇന്നർ സെറസ് ലെയർ. ഔട്ടർ ഫൈബ്രസ് ലെയർ ആണ്, ഇന്നർ ഏതാണ്? സെറസ് ലെയർ ആണ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ വാട്ട് വി ക്യാൻ സീ? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് വിച്ച് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ. അത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, അവർ ഹ്യൂമൻ ഹാർട്ട് ഈസ് വാട്ട്? ഫോർ ചേംബേർഡ്. അവർ ഹാർട്ട് ഈസ് ഫോർ ചേംബേർഡ് ഹാർട്ടാണ്. അപ്പർ ടു ഓറിക്കിൾസ് ഉണ്ട്, ലോവർ ടു വെൻട്രിക്കിൾസ് ഉണ്ട്. ഹ്യൂമൻ ഹാർട്ട് ഈസ് ഫോർ ചേംബേർഡ് ആണ്. അപ്പർ ടു ഓറിക്കിൾസ്, രണ്ട് ഓറിക്കിൾസ് ഉണ്ട്. ലോവർ ടു എന്താണുള്ളത്? വെൻട്രിക്കിൾസ് ഉണ്ട്. രണ്ട് ഓറിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ദർ ഈസ് വാട്ട്? ഇന്റർ ഓറിക്കുലർ സെപ്റ്റം. വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ദർ ഈസ് വാട്ട്? ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. ഹ്യൂമൻ ഹാർട്ട് ഫോർ ചേംബേർഡ് ആണ്. ഓക്കെ, ഹ്യൂമൻ ഹാർട്ട് ഈസ് ഫോർ ചേംബേർഡ്. ഓക്കെ, അപ്പർ ടു ഓറിക്കിൾസ്. ദീസ് ആർ ദി ഓറിക്കിൾസ്. ഇതാണ് ഓറിക്കിൾസ് രണ്ടും. ദിസ് ഈസ് ദി വൺ ഓറിക്കിൾ, ദിസ് ഈസ് ദി അനദർ. ദിസ് ഈസ് ദി റൈറ്റ് ഓറിക്കിൾ, റൈറ്റ് ഏട്രിയം. ദിസ് ഈസ് ദി ലെഫ്റ്റ് ഏട്രിയം. ഹ്യൂമൻ ഹാർട്ട് ഫോർ ചേംബേർഡ് ആണ്. അപ്പർ ടു ഓറിക്കിൾസ് ഉണ്ടായിരിക്കും, ലോവർ ടു എന്തുണ്ടായിരിക്കും? വെൻട്രിക്കിൾസ് ഉണ്ടായിരിക്കും. ദിസ് ഈസ് ദി റൈറ്റ് ഏട്രിയമോ റൈറ്റ് ഓറിക്കിൾ. ഇതാണ് റൈറ്റ് ഏട്രിയമോ റൈറ്റ് ഓറിക്കിൾ. ദിസ് ഈസ് ദി ലെഫ്റ്റ് ഏട്രിയമോ? ഓക്കെ, ലെഫ്റ്റ് ഏട്രിയം. ഓക്കെ, ലെഫ്റ്റ് ഓറിക്കിൾ എന്ന് പറയും.
the two auricles are separated by, okay, the two auricles are separated by interauricular septum. Atrium are separated by interauricular septum and ventricles are separated by interventricular septum. The walls of ventricles are much thicker than that of auricle. Auricles-നേക്കാളും വെൻട്രിക്കിൾസിൻ്റെ വാളിന് തിക്നെസ് ഉണ്ടായിരിക്കും ബിക്കോസ് ബ്ലഡ് ഈസ് പമ്പ്ഡ് ടു ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ഫ്രം ദി വെൻട്രിക്കിൾ. ഓക്കെ, നമ്മുടെ ഹാർട്ട് 4 ചേമ്പേർഡ് ആണ്. അപ്പർ ടു തിൻ വാൾഡ് ഓറിക്കിൾസ് ആൻഡ് ലോവർ ടു തിക്ക് വാൾഡ് വെൻട്രിക്കിൾസ്. അപ്പർ ടു തിൻ വാൾഡ് ഓറിക്കിൾസ് ഓർ ഏട്രിയ, upper to thin walled auricles or atria, lower to thick walled, these are the ventricle. This is the right ventricle, this is the left ventricle. Okay, the two auricles are separated by interauricular septum. രണ്ട് auricleനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് interauricular septum ഉണ്ട്. അതുപോലെ തന്നെ the two ventricles are separated by, here two ventricles are separated by interventricular septum. ഓക്കെ, രണ്ട് ഏട്രിയത്തിന് അല്ലെങ്കിൽ ഓറിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇന്റർ ഓറിക്കുലർ സെപ്റ്റം ഉണ്ട്. അതുപോലെ രണ്ട് വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ദിസ് ഈസ് ദി ഇന്റർ ഓറിക്കുലർ സെപ്റ്റം. ഇതാണ് ഇന്റർ ഓറിക്കുലർ സെപ്റ്റം. ദിസ് ഈസ് ദി വാട്ട് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. ദിസ് ഈസ് വാട്ട് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ ഹാർട്ട് 4 ചേമ്പേർഡ് ആണ്. അവർ ഹാർട്ട് ഈസ് വാട്ട് 4 ചേമ്പേർഡ്. അപ്പർ ടു തിൻ വാൾഡ് ഓറിക്കിൾസ് ഓർ ഏട്രിയ which are separated by interauricular septum. The lower two thick-walled ventricles that are separated by interventricular septum. Totally we can call it as what? Interauricular ventricular septum. ഒരിക്കലും നമ്മുടെ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് ഹാഫും തമ്മിൽ ഒരിക്കലും മിക്സ് ആകുന്നില്ല because he is separate ചെയ്തുകൊണ്ട് interauricular and interventricular septum. So next let us discuss in between atrium and ventricles, auricles and ventricles there is a auriculoventricular septum with an opening. Auriculoventricular septum with an opening. അതുപോലെ തന്നെ a tricuspid wall, 3 muscular flaps ഉള്ള cups ഉള്ള guards the opening of right auricle to right ventricle. ഈ റൈറ്റ് ഓറിക്കിളിൽ നിന്ന് ഹിയർ റൈറ്റ് ഓറിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിലേക്ക് ഹിയർ 3 കപ്സ് പോലത്തെ ഉണ്ട്. ദാറ്റ്സ് നോൺ ആസ് വാട്ട് ട്രൈകസ്പിഡ് വാൾ. സെയിം വേ ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിലേക്കുള്ള ദാറ്റ്സ് വാൾവ് ഈസ് നോൺ ആസ് വാട്ട് ബൈകസ്പിഡ് വാൾ. ആ വാൾവ് ഏതാണ്? ദാറ്റ്സ് നോൺ ആസ് വാട്ട് ബൈകസ്പിഡ് വാൾ. ആ വാൾവിനെ എന്ത് വിളിക്കാം? ദാറ്റ്സ് നോൺ ആസ് വാട്ട് ബൈകസ്പിഡ് വാൾ. ദാറ്റ് വാൾവ് ഈസ് കോൾഡ് വാട്ട് ബൈകസ്പിഡ് വാൾ. ദർ ഈസ് എ റൈറ്റ് ഓറിക്കിളിൽ നിന്ന് ഹിയർ റൈറ്റ് ഓറിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിലേക്ക് ദിസ് ഈസ് നോൺ ആസ് വാട്ട് tricuspid wall. These three are the tricuspid wall. ഇത് 3 എണ്ണമാണ് tricuspid wall. അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് എത്തുന്ന that valve is known as what? Bicuspid valve. Okay, bicuspid valve is also known as what? Mitral valve. Bicuspid valve-ന്റെ മറ്റൊരു പേരാണ് mitral valve. റൈറ്റ് ഓറിക്കിളിൽ നിന്ന് ഓക്കെ ബ്ലഡിനെ റൈറ്റ് വെൻട്രിക്കിലേക്ക് എത്തുന്ന ദാറ്റ്സ് വാൾവ് ഈസ് നോൺ ആസ് വാട്ട് റൈറ്റ് ഏട്രിയത്തിനെ റൈറ്റ് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്ന ദാറ്റ് വാൾവ് ഈസ് നോൺ ആസ് വാട്ട് ട്രൈക്കസ്പിഡ്. ലെഫ്റ്റ് ഓറിക്കിൾസിനെ ലെഫ്റ്റ് ഏട്രിയവുമായിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിനെ ലെഫ്റ്റ് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്ന ദാറ്റ് വാൾവ് ഈസ് നോൺ ആസ് വാട്ട് ബൈക്കസ്പിഡ് വാൾവ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വാട്ട് മിട്രൽ വാൾവ്. ബൈക്കസ്പിഡ് വാൾവ് ആൾസോ നോൺ ആസ് വാട്ട് മിട്രൽ വാൾവ്. ഈ 2 വാൾവ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ഓറിക്കിളിനെ റൈറ്റ് വെൻട്രിക്കിൾ റൈറ്റ് ഏട്രിയത്തെ right ventricle connecting that valve is known as what? That's known as what? Tricuspid valve. Okay, the valve which connect left atrium to left ventricle. Left atrium left ventricle connecting that valve is known as what? Bicuspid or mitral valve. It's important. 2 valves are നമ്മൾ ഈ ടോപ്പ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്ന 2 valves ആണ്. The valve which connect right auricle to right ventricle is tricuspid valve. The valve which connect left atrium or left auricle to left ventricle is known as what? Bicuspid valve or mitral valve. It's known as what? Bicuspid valve. Tricuspid as well as what? Bicuspid valve. Okay. Next one. Tricuspid and bicuspid valve allow the flow. Valve in the important function. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ബ്ലഡിനെ ഫ്ലോ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? വാൽവിൻ്റെ ഫംഗ്ഷൻ. ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവ് അലൗ ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഓൺലി ഇൻ 1 ഡയറക്ഷൻ. ദാറ്റ്സ് ഫ്രം
ഓറിക്കിൾസ് ടു വെൻട്രിക്കിൾ. ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് മാത്രമാണ് ഈ ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡും. അങ്ങോട്ട് തിരിച്ചുള്ള ഫ്ലോ ഇല്ല ഫ്രം ഏട്രിയം ടു വെൻട്രിക്കിൾ. ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവ് ഫ്ലോ ചെയ്യുന്ന. സോ ദേ ആർ നോൺ ആസ് വാട്ട്, ഓറിക്കുലോ വെൻട്രിക്കുലർ വാൽവ്. ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവ് ടുഗദർ നോൺ ആസ് വാട്ട്, ഓറിക്കുലോ വെൻട്രിക്കുലർ വാൽവ്. ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡിനെയും കൂടെ ഒരുമിച്ച് നമുക്ക് എന്ത് വിളിക്കാം, ഇറ്റ്സ് നോൺ ആസ് വാട്ട്, ഓറിക്കുലർ വെൻട്രിക്കുലർ വാൽവ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് വെൻട്രിക്കിൾ ഹാസ് ആൻ ഓപ്പണിംഗ് ടു പൾമണറി ആർട്ടറി ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹാസ് ആൻ ഓപ്പണിംഗ് ടു അയോട്ട. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട്, ദാറ്റ്സ് നോൺ ആസ് വാട്ട്, പൾമണറി ആർട്ടറി ടു ദി ലങ്സ്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട് ടു ദി അയോട്ട. അവിടെ കൺട്രോൾ ചെയ്യുന്ന വാൽവാണ്, ദേ ആർ നോൺ ആസ് വാട്ട്, സെമി ലൂണാർ വാൽവ്. ഓക്കെ, തേർഡ് ടൈപ്പ് വാൽവാണ്, ദാറ്റ്സ് നോൺ ആസ് വാട്ട്, സെമി ലൂണാർ വാൽവ്. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിൾ ഹാസ് ആൻ ഓപ്പണിംഗ് ടു പൾമണറി ആർട്ടറി and the left ventricle has an opening to aorta. Right ventricle നിന്ന് pulmonary arteryയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. This is that opening. Okay, ഇതാണ് ഓപ്പണിംഗ്. This is known as what, ഇവിടെയുള്ള വാൽവിൻ്റെ പേരാണ്, that's known as what, സെമി ലൂണാർ വാൽവ്. അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഹിയർ ഇറ്റ്സ് വാൽവ് ഈസ് നോൺ ആസ് വാട്ട്, ഓക്കെ, സെമി ലൂണാർ വാൽവ്. ഓക്കെ, രണ്ട് സെമി ലൂണാർ വാൽവ് ഉണ്ട്. ഓക്കെ, റൈറ്റ് ഓറിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കും ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കുമുള്ള വാൽവ് ഉണ്ട്, ദാറ്റ്സ് നോൺ ആസ് വാട്ട്, സെമി ലൂണാർ വാൽവ്. ദേ ആൾസോ പ്രിവെൻറ്റ് ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ദി ബ്ലഡ്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിൻ്റെ ബാക്ക്വേർഡ് ഫ്ലോ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ് ദ ത്രീ വാൽവ്. ദേ ആർ ട്രൈക്കസ്പിഡ്, bicuspid, here it's what, semi lunar valve. Okay, semi lunar valve, bicuspid, tricuspid and semi lunar valve. Okay, bicuspid from right atrium to right ventricle, bicuspid from left atrium to left ventricle, right ventricle to pulmonary artery, that's semi lunar valve, left ventricle to aorta, here also what, semi lunar valve. Okay, ഈ എല്ലാ വാൽവിൻ്റെയും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ബ്ലഡിനെ ഫ്ലോ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ വാൽവിൻ്റെയും ഫങ്ഷൻ. ഹിയർ ദി സ്ട്രക്ചർ ഓഫ് ഹാർട്ടാണ്, ഹാർട്ടിൻ്റെ സ്ട്രക്ചറാണ് ദിസ് ഈസ്. ഓക്കെ, ഇതാണ് റൈറ്റ് ഓറിക്കിൾ, നമ്മൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ ഇതാണ് പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്നത്. ദിസ് ഈസ് വാട്ട്, അയോട്ട. ഇത് അയോട്ടയാണ്. ഇത് അയോട്ട വഴി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് പോകുന്നുണ്ട്. ദിസ് ഈസ് വാട്ട്, അയോട്ടയാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ദിസ് ഈസ് ദി ഇൻഫീരിയർ വീനക്കാവ, ദിസ് ഈസ് ദി സുപ്പീരിയർ വീനക്കാവ. ഇത് ഇൻഫീരിയർ വീനക്കാവയാണ്, അതുപോലെ തന്നെ ഇതേതാണ്, സുപ്പീരിയർ വീനക്കാവയാണ്. ഹിയർ ട്രൈക്കസ്പിഡ് വാൽവ് ഉണ്ട്, ഹിയർ ബൈക്കസ്പിഡ് വാൽവ്. ഇത് രണ്ടും ബൈക്കസ്പിഡ് വാൽവാണ്, ഇത് രണ്ടും ട്രൈക്കസ്പിഡ് വാൽവാണ്. ദിസ് ഈസ് ദി ഡിസെൻഡിങ് അയോട്ടയാണ്. ഇത് ഡിസെൻഡിങ് അയോട്ട എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്, ഡിസെൻഡിങ് അയോട്ട എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഇറ്റ്സ് നോൺ ആസ് വാട്ട്, ഡിസെൻഡിങ് അയോട്ട. ദെൻ രണ്ട് ഓറിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന, രണ്ട് വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഹിയർ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം, ഹിയർ ഇന്റർ ഓറിക്കുലാർ സെപ്റ്റം. ഇത്രയാണ് ഈ നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇത്രയുമാണ് പാർട്സ്. ഓക്കെ, ഹാർട്ടിൻ്റെ പാർട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.